Good morning, all. Good morning, ma'am. 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 Morning, ma'am. Good morning, ma'am. ക്ലാസ് തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ ഇൻട്രൊഡക്ഷൻ? ക്ലിയർ ആണോ? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? Clear. Clear. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഹോസ്റ്റ് അല്ലേ? ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, ഹോസ്റ്റൽസ് ഇതൊക്കെ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ലാറ്റിൻ നൗൺ ആയ ഹോസ്റ്റലിൽ നിന്നാണ്. ഹോസ്റ്റൽസ് അറ്റൻഡ് ചെയ്തിരുന്നു എല്ലാവരോ? Attend ചെയ്തു. കിട്ടിയില്ല എല്ലാ ആൻസറും? കിട്ടിയിരുന്നോ ആൻസർ? ഓക്കെ കിട്ടി മാഡം. ഓക്കെ, കിട്ടിയിരുന്നു മാം. ഇനി നമുക്ക് എടുക്കാനുള്ളത് പിന്നെ ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ പറഞ്ഞു അല്ലെ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ അപകടങ്ങളോ ആയി വരുന്ന പേഷ്യൻസിനെ, ആളുകളെ എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ, വൈദ്യ സഹായവും സർജിക്കൽ ട്രീറ്റ്മെന്റുകളും കൊടുക്കുന്നതിനുള്ള ഒരു സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഇനി നമ്മൾ എടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അല്ലെ? സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ടൈം കഴിഞ്ഞു അല്ലെ? ഓക്കെ, നമുക്ക് തുടങ്ങാം അവിടെ മുതൽ കേട്ടോ. ാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ത്രൂ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ത്രൂ ചോദിക്കാം. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO definition. A hospital is an integral part of medical and social organization. എന്താണ് ഹോസ്പിറ്റൽ? WHO പറയുന്നത് ഹോസ്പിറ്റൽ എന്നാൽ എന്താണ്? മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഇന്റഗ്രൽ, ഒരു അവിഭാജ്യ ഘടകമാണ്. The function of which is to provide for the population complete health care, both curative and preventing. എന്താണ്? പേഷ്യൻസിന് രോഗശമനവും, ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് രോഗശമനം, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല് രോഗപ്രതിരോധം. എന്താണ്? പേഷ്യൻസിന് രോഗശമനവും പ്രതിരോധവും നൽകി സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണം നൽകുക എന്നതാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വരുന്ന പേഷ്യൻസിന്, ജനങ്ങൾക്ക് എന്താണ്? സമ്പൂർണ്ണ ആരോഗ്യം നൽകുക. എന്തെല്ലാം കാര്യത്തില്? രോഗശമനവും രോഗപ്രതിരോധവും നൽകുക. ക്ലിയർ ആയോ? പേഷ്യൻസിന് അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്യൂറേറ്റീവ്, രോഗശമനവും രോഗപ്രതിരോധവും നൽകി സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണം നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോയി, എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി, അപ്പൊ നമുക്ക് എന്തേലും ഒരു മരുന്നുകൾ അല്ലെ, ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് രോഗശമനം തരുന്നില്ലേ? പിന്നെ എന്താണ്? രോഗപ്രതിരോധം അല്ലെ? എന്താണ്? എന്തെങ്കിലും ഒരു അസുഖങ്ങളായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് പ്രിക്കോഷൻസ് അല്ലെ, പ്രിവെൻഷൻ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു തരൂല്ലേ? അങ്ങനെ രോഗപ്രതിരോധവും രോഗശമനവും നൽകി പേഷ്യൻസിന്, പ്യൂപ്പിൾസിന് സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണം നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അതല്ലെങ്കിൽ ധർമ്മം. ക്ലിയർ ആയോ? And whose outpatient services reach out
to the family and its home environment. എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഇപ്പൊ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഒ പി ഡിപ്പാർട്ട്മെന്റ്. ഒ പി കേട്ടിട്ടുണ്ടോ? IP ഉണ്ട്, OP ഉണ്ട്. കേട്ടിട്ടുണ്ടോ? OP സെക്ഷൻ കേട്ടിട്ടുണ്ടോ? എന്താണത്? നമുക്ക് എന്തെങ്കിലും വന്ന അസുഖത്തിന് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അതാണ് OP. ക്ലിയർ ആയോ? എന്താണ് നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് OP. അങ്ങനെയുള്ള ഔട്ട് പേഷ്യന്റ് സർവീസുകൾ എന്താണ് പേഷ്യൻസിന്റെ ജനങ്ങളുടെ വീട്ടിലേക്കും ഹോം എൻവിയോൺമെന്റിലേക്കും വീട്ടുപരിസരങ്ങളിലേക്കും എത്തിച്ചേരുക. ക്ലിയർ ആയോ? ആൻഡ് ഹൂസ് ഔട്ട് പേഷ്യന്റ് സർവീസസ് reach out to the family and its home environment. എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ? ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ വീടുകളിലേക്കും വീട്ടുപരിസരങ്ങളിലെ ഹോം എൻവിയോൺമെന്റിലേക്കും എത്തിച്ചേരുക. The hospital is also a center for the training of health workers and biosocial researchകൾ. പിന്നെ എന്താണ് കൂടാതെ WHO പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബയോസോഷ്യൽ റിസർച്ചുകൾ, എന്താണ് റിസർച്ച് വർക്കേഴ്സിന്റെ, പിന്നെ ഹെൽത്ത് വർക്കേഴ്സ് എന്താണ് ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് കേന്ദ്രമാണ്. ക്ലിയർ ആയോ? WHO പറയുന്നു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിസർച്ച് വർക്കേഴ്സിന്റെ, എന്താണ് റിസർച്ച് വർക്കുകൾ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ റിസർച്ച് വർക്കുകൾ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുക അല്ലെ? പുതിയ എന്തെങ്കിലും അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അതെങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റും, അതിനെന്തൊക്കെ മെഡിസിൻസ് ആ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും, അതൊക്കെ എന്താണ് ഗവേഷണം നടത്തി കണ്ടുപിടിക്കണം അല്ലെ? അതല്ലെങ്കിൽ പുതിയ വാക്സിനേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതൊക്കെ എന്താണ് റിസർച്ചുകൾ ചെയ്തൊക്കെ വേണമല്ലേ? അങ്ങനെയുള്ള ഒരു റിസർച്ച് വർക്കേഴ്സിന്റെയും റിസർച്ച് ഗ്രൂപ്പുകളുടെയും അതല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് സെന്റർ ആണ്, ട്രെയിനിങ് കേന്ദ്രമാണ് ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? WHO എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇത് ഹോസ്പിറ്റൽ എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്? ഹോസ്പിറ്റലുകളിൽ എന്താണ് ജനങ്ങൾക്ക് പോപ്പുലേഷൻസിന് രോഗശമനവും രോഗപ്രതിരോധവും നൽകി അവരുടെ എന്താണ് ആരോഗ്യ സംരക്ഷണം നൽകുക, ഒരു പൂർണ്ണ ആരോഗ്യ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന ധർമ്മം. കൂടാതെ എന്ന് പറയുന്നുണ്ട് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ എന്താണ് ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ, അവർക്ക് വേണ്ട മെഡിസിൻസുകൾ അവരുടെ ഫാമിലിയിലേക്കും ഹോം എൻവിയോൺമെന്റിലേക്കും എത്തിക്കുക. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് റിസർച്ച് വർക്കേഴ്സിന്റെയും ഗവേഷണ വിഭാഗങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് കേന്ദ്രമാണ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു നമ്മുടെ. അപ്പൊ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി നമുക്കിനി ഹിസ്റ്ററി ആണ് എടുക്കാനുള്ളത്. ഹിസ്റ്ററി സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറയണം. ഏതാണ് ജെസ്സി പറയണ്ടേ? ഓക്കെ, ഇപ്പൊ മിസ് എടുത്തത് ഇൻട്രൊഡക്ഷൻ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. വേൾഡ് ഹെൽത്ത് WHO പറയുന്നു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഹോസ്പിറ്റൽ. കൂടാതെ എന്താണ് പോപ്പുലേഷൻസിന് ജനങ്ങൾക്ക്
രോഗശമനവും പ്രതിരോധവും നൽകി പൂർണ്ണ ആരോഗ്യ സംരക്ഷണം നൽകുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന ധർമ്മം. ഇങ്ങനെയുള്ള സർവീസുകൾ, ഇങ്ങനെയുള്ള ഔട്ട് പേഷ്യന്റ് സർവീസുകൾ ഹോസ്പിറ്റൽ മാത്രം ഒതുക്കിയാൽ പോരാ. അതെന്താണ്? അവരുടെ വീടുകളിലേക്കും വീടിന്റെ പരിസരങ്ങളിലേക്കും ഹോം എൻവയോൺമെന്റിലേക്കും നൽകുക എന്നത് എന്താണ്? ഹോസ്പിറ്റലിന്റെ കർത്തവ്യമാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസർച്ച് വർക്കേഴ്സിന്, അതായത് ഗവേഷണ വിഭാഗങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് കേന്ദ്രമാണ് ഹോസ്പിറ്റൽ. ക്ലിയർ ആയോ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഹിസ്റ്ററി കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിക്കാനാണ്. നമുക്ക് പ്രാചീന കാലഘട്ടം മുതൽ അല്ലെ, ഹിസ്റ്ററി പറയുമ്പോ എന്താണ്? നമ്മ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്താണ്? പ്രാചീന കാലഘട്ടം അല്ലെ, അത് മുതൽ ഇപ്പൊ വരുന്ന അല്ലെ മോഡേൺ കാലഘട്ടം വരെ, ആധുനിക കാലഘട്ടം വരെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് അതായിരിക്കും ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? പ്രാചീന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞിട്ട് ചേഞ്ചസ് വന്നങ്ങാണ്ട്, പിന്നെ എന്താണ് പ്രാചീന കഴിഞ്ഞാൽ എന്താണ്? മധ്യകാലഘട്ടം, പിന്നെ എന്താണ്? നവോത്ഥാനം, അത് കഴിഞ്ഞിട്ട് എന്ത് വരും? ആധുനിക കാലഘട്ടം അല്ലെ. ചരിത്രമാണ് അല്ലെ. ഓരോ പീരീഡിലും ഓരോ ഇറയിലും അല്ലെ, ഓരോ വർഷങ്ങളിലും എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതാണ് പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ഒന്നും വരില്ല, നിങ്ങൾക്ക് ഈ PDF മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആ വരുന്നത് കേട്ടോ. മിസ് എടുക്കാം. ഹിസ്റ്ററി ഓഫ് എന്താണ്? പണ്ട് കണ്ടിരുന്ന ഹോസ്പിറ്റലുകളിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടാണ് ഇന്ന് കാണുന്ന ആധുനിക രീതിയിലുള്ള ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്. അങ്ങോട്ടുള്ള ഒരു പ്രയാണത്തെ കുറിച്ചാണ് ഈ ഹിസ്റ്ററിയിൽ പറയുന്നത്. A hospital of early era എന്നാണ് ഏജ് എന്നാണ്? അവിടെ പീരീഡ് എന്നാണ്? BC 500 AD. നോക്കിയേ, ഹോസ്പിറ്റൽ എന്താണ്? പ്രാചീന കാലഘട്ടത്തില് എങ്ങനെയായിരുന്നു എന്നാണ്? അതിന്റെ പീരീഡ് എങ്ങനെയാണ്? BC 500 AD. Early medical treatment was always recognized as religious സർവീസസ് ആൻഡ് സെറിമണീസ്. എന്താണ്? ഏർലി പീരീഡ്, പ്രാചീന കാലഘട്ടത്തില് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ളതായിരുന്നു? റിലീജിയസ് സർവീസുകൾ, എന്താണ്? മതപരമായ ആചാരങ്ങളും ചടങ്ങുകളുമായിരുന്നു. അവരെന്താണ്? അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് മരുന്നുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നല്ല കൊടുത്തിരുന്നത്. അവരെന്താ? ഒരു മതപരമായ ചടങ്ങുകളും ആചാരങ്ങളുമായിട്ടാണ് കണ്ടിരുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ, വൈദ്യ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ടിരുന്നത് എന്താണ്? മതപരമായ ചടങ്ങുകളും ആചാരങ്ങളുമായിട്ടായിരുന്നു. പ്രീസ്റ്റ് വെയർ ഓൾസോ ഫിസിഷ്യൻസ് ഓർ മെഡിസിൻ മെൻ എന്നാണ് പ്രീസ്റ്റ്. പ്രീസ്റ്റ് കേട്ടിട്ടില്ലേ? പുരോഹിതന്മാരല്ലേ? പുരോഹിതന്മാരായിരുന്നു അവിടുത്തെ ഫിസിഷ്യന്, ഡോക്ടേഴ്സ്. അതല്ലെങ്കിൽ വൈദ്യന്മാരെന്ന് പറയുന്നത് ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. കെയറിംഗ് ഫോർ സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. അവരെങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുത്തിരുന്നത്? സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. അവരെന്താണ്? ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തിനെയും പരിപാലിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ പരിപോഷിക്കുന്നവരായിരുന്നു. ക്ലിയർ ആയോ? അവര് മരുന്നുകളല്ല കൊടുത്തിരുന്നത്. അവരെന്താണ്? അവരുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തിനെയും പരിപോഷിപ്പിക്കുകയായിരുന്നു ഈ പ്രീസ്റ്റുകള് ചെയ്തിരുന്നത്. പ്രീസ്റ്റ് ഡോക്ടേഴ്സ് came under the ruling class with ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. ഈ പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സ് അല്ലെ, പ്രീസ്റ്റുകൾ, ഈ പുരോഹിതന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? റൂളിംഗ് ക്ലാസ്, എന്താണ്? ഭരണവർഗത്തിലുള്ളവരോ അതല്ലെങ്കിൽ എന്താണ്? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനമുള്ളവരോ ആയിരുന്നു. ടെമ്പിൾസ് or hospital were also meeting place. എന്താണ്? അവിടെ ഹോസ്പിറ്റൽസുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെവിടെ വെച്ചാണ് ഈ പേഷ്യൻസിനെ മീറ്റിംഗ് പ്ലേസസുകളായിട്ട്, അതായത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചികിത്സിക്കുന്ന സ്ഥലമായിട്ട് എങ്ങനെയാണ്? ടെമ്പിൾസ് അല്ലെ.
ക്ഷേത്രങ്ങളായിരുന്നു ആ ഒരു മീറ്റിംഗ് പ്ലേസസുകളായിട്ട് ഈ ചികിത്സ ചെയ്യുന്നതിനുള്ള മീറ്റിംഗ് പ്ലേസസുകളായിട്ട് അവരെന്താണ് ക്ഷേത്രങ്ങളായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. ഏർലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്താണ്? പ്രാചീന കാലഘട്ടത്തില് വൈദ്യ ചികിത്സ എങ്ങനെയുള്ളതായിരുന്നു? മതപരമായ ആചാരങ്ങളും ചടങ്ങുകളുമായിരുന്നു. അവിടെ എന്താണ്? പ്രീസ്റ്റുകൾ, പുരോഹിതന്മാരായിരുന്നു ഫിസിഷ്യനായിട്ട്, ഡോക്ടർമാരായിട്ട് അല്ലെങ്കിൽ വൈദ്യന്മാരായിട്ട് പ്രവർത്തിച്ചത് ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. അവരെങ്ങനെയാണ്? ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പരിപോഷിപ്പിക്കുന്നവരാണ്, പരിപാലിക്കുന്നവരായിരുന്നു. പ്രീസ്റ്റുകൾ എന്താണ്? ഭരണവർഗത്തിലുള്ളവരോ അതല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളോ ആയിരുന്നു. ഇവര് ഹോസ്പിറ്റലിന് പകരം തിരഞ്ഞെടുത്തത് എന്താണ്? ക്ഷേത്രങ്ങളായിരുന്നു. ഇങ്ങനെയുള്ള അസുഖങ്ങളായി വരുന്നവരെ ചികിത്സിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് ക്ഷേത്രങ്ങളായിരുന്നു. ക്ലിയർ ആയോ? അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രാചീന കാലഘട്ടത്തിലെ ഡോക്ടേഴ്സ് ആരായിരുന്നു? ഡോക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ആരായിരുന്നു? പ്രീസ്റ്റുകള്. അവര് ഹോസ്പിറ്റലായിട്ട് തിരഞ്ഞെടുത്തത് എന്തായിരുന്നു? എങ്ങനെയുള്ള കേന്ദ്രങ്ങളായിരുന്നു? ടെമ്പിൾസ് അല്ലെ. അവര് എന്തിനെ പരിപോഷിപ്പിക്കുന്നവരായിരുന്നു? എന്തിനൊക്കെ ട്രീറ്റ്മെന്റുകൾ എന്ത് രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്? കെയറിങ് ഓഫ് അല്ലെ, കെയറിങ് ഓഫ്, പരിപാലിക്കുക. എങ്ങനെയാണ്? എന്തിനൊക്കെയാണ് അവർ കെയർ ചെയ്തത്? മൈൻഡ്, സ്പിരിറ്റ്, മൈൻഡ് ആൻഡ് ബോഡി. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ. സിമ്പിൾ അല്ലേ അത്? ഓക്കെ. നെക്സ്റ്റ് ഫസ്റ്റ് അതിൽ നമുക്ക് ഈ ഏർലി ഏരിയയില് പ്രാചീന കാലഘട്ടത്തില് നമുക്ക് അഞ്ച് ഇതിൽ പഠിക്കാനുണ്ട്. 5 ഹോസ്പിറ്റൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ മെസപ്പൊട്ടോമിയൻ. നമ്മൾ കേട്ടിട്ടുണ്ട് മെസപ്പൊട്ടോമിയൻ, കേട്ടിട്ടില്ലേ? ഹിസ്റ്ററിയിൽ 8th, 9th, 8th ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹാരപ്പൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓക്കെ. ഫസ്റ്റ് പഠിക്കാനുള്ളത് മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രീക്ക് ഹോസ്പിറ്റൽ. തേർഡ് വൺ റോമൻ ഹോസ്പിറ്റൽസ്. ഫോർത്ത് അറബിക് ഹോസ്പിറ്റൽസ്. ഫിഫ്ത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്. ഓക്കെ. അപ്പൊ നമുക്ക് അതിൽ ഫസ്റ്റ് വൺ പഠിക്കാം. മെസപ്പൊട്ടോമിയൻ ഹോസ്പിറ്റൽസ്. മെഡിസിൻസ് ആസ് ആൻ ഓർഗനൈസ്ഡ് ബീയിങ് first appeared 4000 years ago in the ancient region of southwest of Asia known as Mesopotamia. എന്താണ്? ഒരു ഓർഗനൈസ്ഡ് സംഘടിത രീതിയിൽ നിലവിൽ വന്നത്, വൈദ്യശാസ്ത്രം നിലവിൽ വന്നത്, പ്രത്യക്ഷപ്പെട്ടത് 4000 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസപ്പൊട്ടോമിയ എന്നറിയപ്പെടുന്ന പുരാതന പ്രദേശത്താണ്. എന്താണ്? ഒരു ഓർഗനൈസേഷൻ എന്ന രീതിയിൽ ഹോസ്പിറ്റൽസ് ആദ്യം നിലവിൽ വന്നത് എവിടെയാണ്? നമ്മുടെ 4000 വർഷങ്ങൾക്ക് മുമ്പ്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? 4000 years ago. 4000 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസപ്പൊട്ടോമിയ എന്നറിയപ്പെടുന്ന പുരാതന പ്രദേശത്താണ്. ക്ലിയർ ആയോ? ഒരു സംഘടിത രീതിയിൽ ഓർഗനൈസേഷൻ മാനറില് ഹോസ്പിറ്റൽ നിലവിൽ വന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശമായ മെസപ്പൊട്ടോമിയയിലാണ്. ഓക്കെ അല്ലേ? ഹുമുറാബീസ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? ഹുമുറാബീസ് കോഡ് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? 1728 to 1686 BC was the rule for the practice of doctors. ഹുമുറാബി കോഡ് അനുസരിച്ചാണ് ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഹുമുറാബി കോഡ് എന്ന് പറഞ്ഞാല് പറഞ്ഞുതരാം മിസ്, അതാണ് പറയാൻ. ഹുമുറാബി കോഡ് എന്ന് പറഞ്ഞത് മെസപ്പൊട്ടോമിയയിലെ ഒരു പുരാതന പ്രദേശമാണ് ബാബിലോണിയ. കേട്ടിട്ടുണ്ടോ ബാബിലോണിയൊക്കെ? നമ്മൾ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കേൾക്കുന്ന പേരുകളാണ് ബാബിലോണിയൊക്കെ.
മെസ്സപ്പൊട്ടോമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോണിയ. ഈ ബാബിലോണിയയിലെ 6ാമത്തെ രാജാവാണ് ഹുമുറാബി. ക്ലിയർ ആയോ? അത് മെസ്സപ്പൊട്ടോമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോണിയ. ഈ ബാബിലോണിയയിലെ 6ാമത്തെ രാജാവാണ് ഹുമുറാബി. ഈ ഹുമുറാബി ഒരു നിയമ സംഹിത തയ്യാറാക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ എങ്ങനെയൊക്കെ ശിക്ഷിക്കണം എന്നതിനെ കുറിച്ച്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തില് അകപ്പെട്ട ആളുകൾ ഉണ്ടാവും അല്ലെ, എന്താണ് അവരുടെ മേലെ അടിച്ചേൽപ്പിക്കല്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് ഈ നിരപരാധിത്വം, അവരെ നിരപരാധിത്വം തെളിയിക്കാനുള്ള മാർഗങ്ങളൊക്കെ അയാൾ എന്താണ് ഈ ഹുമുറാബി അയാളുടെ നിയമസംഹിതയിൽ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് ഓരോ കുറ്റകൃത്യങ്ങൾക്കും പ്രത്യേക പിഴകൾ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. പറഞ്ഞുതരാം. ഈ ഹുമുറാബി ഒരു നിയമസംഹിത ഇപ്പൊ നമുക്കില്ലേ, നമുക്ക് ശിക്ഷകൾ വിധിക്കുന്നത് എങ്ങനെയാണ് ഇല്ലേ? അതേപോലെ ബാബിലോണിയയില് ഈ ഹുമുറാബി ഒരു നിയമസംഹിത കോർട്ടിലെ അല്ലെ. അപ്പൊ എന്താണ് ഓരോ ശിക്ഷകൾക്ക് ഓരോ കുറ്റകൃത്യങ്ങൾക്ക് ഓരോ ശിക്ഷകളായിരിക്കും അല്ലെ വിധിക്കുന്നത് കോടതിയില്. ആണോ? ആണല്ലേ. അപ്പൊ എന്താണ് ഈ ഹുമുറാബി അദ്ദേഹത്തിന്റെ നിയമസംഹിതയിലെ ഓരോ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകളെ കുറിച്ച് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് പിന്നെ ഇദ്ദേഹം ഈ നിയമസംഹിതയിലെ ഓരോ കുറ്റകൃത്യങ്ങൾക്കും പ്രത്യേക പിഴകൾ നിർദ്ദേശിച്ചിരുന്നു. പിന്നെ എന്താണ് നിരപരാധിത്യം, ഓരോ ആളുകൾക്കും അവരുടെ നിരപരാധിത്യം തെളിയിക്കാനുള്ള അവസരം നൽകിയിരുന്നു. ക്ലിയർ ആയോ? ഇതാണ് ഹുമുറാബി കോഡ്. എന്താണ് ബാബിലോണിയയിലെ 6ാമത്തെ രാജാവായിരുന്ന ഹുമുറാബി എഴുതി തയ്യാറാക്കിയ ഒരു നിയമസംഹിതയാണ് ഹുമുറാബി കോഡ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് അവിടെ ഉണ്ടായിരുന്ന അവിടെ മെസ്സപ്പൊട്ടോമിയയിൽ വന്നിരുന്ന ഡോക്ടേഴ്സിന് അവർക്ക് ഒരു നിയമസംഹിതകൾ വേറെ ഉണ്ടായില്ല. ഏത് റൂൾ അനുസരിച്ചാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വേറെ റൂളുകളോ റെഗുലേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് ഫോളോ ചെയ്തത് ഏതാണ്? ഈ ഹുമുറാബി കോഡാണ് അവര് ഫോളോ ചെയ്തത്. ക്ലിയർ ആയോ? അവർക്ക് മെഡിക്കൽ പ്രാക്ടീസിന് അതല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഈ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറ്റകൃത്യങ്ങളാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ഇതാക്കുന്നതിനുള്ള വേറെ നിയമസംഹിതകളോ നിയമങ്ങളോ റൂൾസ് റെഗുലേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ ഫോളോ ചെയ്തത് ഏതാണ്? അന്ന് നിലവിലുണ്ടായിരുന്ന ഈ ഹുമുറാബി കോഡായിരുന്നു അവർ ഫോളോ ചെയ്തത്, പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഈ ഹുമുറാബി കോഡ് എഴുതി വെച്ചത് 7 അടി 4 ഇഞ്ച് ഉയരമുള്ള ഒരു ശിലയിലാണ് ഈ നിയമാവലി രേഖപ്പെടുത്തിയിരുന്നത്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാവും. ഹുമുറാബി കോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മിസ് പറഞ്ഞിരുന്നതാണ് കേട്ടാ. ഹുമുറാബി കോഡ് രേഖപ്പെടുത്തിയിരുന്നത് 7 അടി 4 ഇഞ്ച് ഉയരമുള്ള ഒരു ശിലയിലാണ്. ക്ലിയർ ആയോ? മെസ്സപ്പൊട്ടോമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോണിയ. ഈ ബാബിലോണിയയിലെ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ കൂടുതലായിട്ട് ഹുമുറാബി കോഡ് മാത്രമേ ഉള്ളൂ. അതെന്താണ് നിലവിലുണ്ടായിരുന്നത്, ഏത് റൂൾ അനുസരിച്ചാണ് മെസ്സപ്പൊട്ടോമിയൻ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തത്, അങ്ങനെ മാത്രം വരുള്ളൂ കേട്ടോ. അപ്പൊ എന്താണ് ഹുമുറാബി കോഡ്? അത്രയും മാത്രം ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഹുമുറാബി കോഡ് എന്താണെന്നോ ആരാണ് കൊണ്ടുവന്നതെന്നോ ഒന്നും ഉണ്ടാവില്ല. എന്താണ് മെസ്സപ്പൊട്ടോമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോണിയ. ഹുമുറാബി ഇതിന്റെ HUMMU
RABI ഹുമുറാബി. മെസ്സപ്പൊട്ടോമിയയില് മിസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കാം ട്ടാ. എന്താണ് മെസ്സപ്പൊട്ടോമിയയിലെ ഒരു പുരാതന നഗരമാണ് ബാബിലോണിയ. ആ ബാബിലോണിയയിലെ 6ാമത്തെ രാജാവായിരുന്ന ഹുമുറാബി എന്താണ് ഓരോ കുറ്റകൃത്യങ്ങൾക്കും ഓരോ കുറ്റകൃത്യങ്ങൾക്കും അതല്ലെങ്കിൽ ഒരു നിയമസംഹിത തയ്യാറാക്കിയിരുന്നു. ഈ നിയമസംഹിതയെയാണ് ഹുമുറാബി കോഡ് എന്ന് പറയുന്നത്. ഈ ഹുമുറാബി കോഡ് അനുസരിച്ചായിരുന്നു മെസ്സപ്പൊട്ടോമിയയിലെ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? Okay. First recorded prescription came from Sumer in ancient Babylonian. പുരാതന ബാബിലോണിയയിലെ സുമർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ എവിടെയാണ് രേഖപ്പെടുത്തിയ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറിപ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സ് എഴുതി തരുന്ന അല്ലെ, മരുന്നുകൾക്ക് എഴുതി തരുന്നതിനല്ലേ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ആണോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ എവിടെയാണ് വന്നത്? ബാബിലോണിയയിലെ സുമർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഫസ്റ്റ് റിട്ടേൺ രേഖപ്പെടുത്തിയ റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത് എവിടെ നിന്നാണ്? ബാബിലോണിയയിലെ സുമർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുമാണ്. ക്ലിയർ ആയില്ലേ? മെഡിസിൻ എന്താണ്? മെഡിസിൻ വൈദ്യശാസ്ത്രം ഓർഗനൈസേഷൻ ഒരു സംഘടിത രീതിയിൽ എവിടെയാണ് വന്നത്? 4000 വർഷങ്ങൾക്ക് മുമ്പ് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ മെസ്സപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ പുരാതന പ്രദേശത്താണ്. പിന്നെ അവിടെയുള്ള ഡോക്ടേഴ്സ് എന്ത് റൂൾ അനുസരിച്ചാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്? ഹുമുറാബി കോഡ് അനുസരിച്ചാണ് ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. പിന്നെ ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ രേഖപ്പെടുത്തിയ കുറിപ്പടി പ്രിസ്ക്രിപ്ഷൻ വന്നത് പുരാതന ബാബിലോണിയയിലെ സുമർ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്നുമാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, മിസ് എടുത്തോട്ടെ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? മിസ് നെക്സ്റ്റ് എടുത്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഗ്രീക്ക് ഹോസ്പിറ്റൽസിന്റെ പീരീഡ് എങ്ങനെയാണ്? 460 to 136 BC. 460 മുതൽ 136 BC വരെയാണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. ഇങ്ങനെയാണ്. ട്രീറ്റ്മെന്റ് വാസ് ബേസ്ഡ് ഓൺ മാജിക്, റിലീജിയസ് റിച്വൽസ്. എങ്ങനെയാണ് അവിടെ ട്രീറ്റ്മെന്റുകൾ? ചികിത്സ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? മന്ത്രവാദവും അല്ലെ, മാജിക്കിന്റെ ബേസിസില്, റിലീജിയസ് മതപരത്തിന്റെ ബേസിസിലൊക്കെ ആയിരുന്നു റിച്വൽസ്, ആചാരങ്ങൾ അല്ലെ. അപ്പൊ എന്താണ്? മന്ത്രവാദവും മതപരവും ആചാരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ട്രീറ്റ്മെന്റുകള്, ചികിത്സകള് കൊടുത്തിരുന്നത്. ഓക്കെ അല്ലേ? ഹിപ്പോക്രാറ്റസ് അവര് വിചാരിച്ചിരുന്നത്, ഗ്രീക്ക് ആളുകള് വിചാരിച്ചിരുന്നത് എന്താണ്? ഇവർക്ക് വരുന്ന അസുഖങ്ങളില്ലേ, ആ അസുഖങ്ങള് ദേവന്മാരുടെ കോപം കൊണ്ടാണ് അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. നീ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടോ? എന്തെന്നാണ് അങ്ങനത്തെ ഗ്രീക്ക് അവരെഴുതിയ ഇല്ലേ? അതിലും ഇല്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ? ഓരോ അന്ധവിശ്വാസങ്ങളൊക്കെ അവർ എഴുതിയിരുന്നല്ലേ? കഥകളിൽ അവരോരോന്ന് എന്താണ്? ദേവന്മാരുടെ അനിഷ്ടം കൊണ്ടാണ്, അല്ലെങ്കിൽ അതൃപ്തി കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ കോപം കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത് എന്നാണ് അവര്, ജൂതന്മാരല്ല ഗ്രീക്ക് ആളുകള്
അപ്പൊ അവരങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ദേവന്മാര് കോപിക്കുമ്പോഴാണ് അവർക്ക് അസുഖം വരുന്നത് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പൊ അവരെന്താണ് CS. അപ്പൊ അവരെന്താണ് അവര് വിചാരിക്കും അവരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അസുഖങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് എന്താണ് അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഹിപ്പോക്രാറ്റസ് 460 to 370 BC the father of medicine ആരാണ്? ഹിപ്പോക്രാറ്റസ്. പഠിച്ചിട്ടില്ലേ? ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. ഓക്കെ, ഫാദർ ഓഫ് മെഡിസിൻ ആരാണെന്ന് ചോദിക്കട്ടെ അവിടുന്ന്. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് used a logical and non-religious approach to മെഡിസിൻസ്. എന്താണ് ഹിപ്പോക്രാറ്റസ്? ലോജിക്കൽ ആയിട്ടുള്ളതും യുക്തിപരവുമായതുമായ പിന്നെന്താണ് മതപരമല്ലാത്തതുമായ സമീപനങ്ങള്, അപ്രോച്ചുകള് ട്രീറ്റ്മെന്റുകളിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്ത് പറയുന്നു? ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഗ്രീക്ക് ആളുകളോട് പറഞ്ഞു എന്താണ്? ദേവന്മാരുടെ കോപം കൊണ്ടല്ല അസുഖങ്ങൾ വരുന്നത്. എന്താണ്? ഓരോരുത്തരുടെയും ജീവിത ശൈലി കൊണ്ടോ അതല്ലെങ്കിൽ എന്താണ് അവരുടെ ഭക്ഷണക്രമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നുമൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് എന്നാര് പറഞ്ഞു? ഹിപ്പോക്രാറ്റസ് പറഞ്ഞു. ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ പറയുന്നത്? എന്താണ് ഗ്രീക്ക് ഹോസ്പിറ്റൽസിൽ പറയുന്നു ഗ്രീക്ക് ജനങ്ങള് എന്താണ് ഗ്രീക്കിലുള്ള ജനങ്ങള് എന്താണ് ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ എങ്ങനെയുള്ളതായിരുന്നു? മന്ത്രവാദവും മതപരവും പിന്നെന്താണ് ആചാരങ്ങളും ആയി അധിഷ്ഠിതമായിരുന്നു. മന്ത്രവാദപരമോ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളോ അല്ലെങ്കിൽ ആചാരങ്ങളോ ആയിരുന്നു ഗ്രീക്ക് ജനങ്ങള് ചികിത്സാ രീതികള് ചെയ്തിരുന്നത്. ഹിപ്പോക്രാറ്റസ് നിങ്ങൾ അത് പഠിക്കണ്ട കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ എന്താണ് ഹിപ്പോക്രാറ്റസ് പറഞ്ഞു എങ്ങനെയാണ് എന്ത് സമീപനമാണ് മെഡിസിനിൽ വൈദ്യശാസ്ത്രത്തിൽ കൊണ്ടുവന്നത്? ലോജിക്കലായി യുക്തിപരവും മതപരമല്ലാത്തതുമായ അപ്രോച്ചസ് ആണ്, സമീപനങ്ങളാണ് ഹിപ്പോക്രാറ്റസ് വൈദ്യശാസ്ത്രത്തില് കൊണ്ടുവന്നത്. ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്? ഹിപ്പോക്രാറ്റസ്. ക്ലിയർ ആയോ? അവര് വിചാരിച്ചിരുന്നത് എന്താണ്? ഗ്രീക്ക് ജനങ്ങൾ വിചാരിച്ചിരുന്നത് എന്താണ്? ദേവന്മാരുടെ കോപം കൊണ്ടാണ് അസുഖങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? ജനങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് ദേവന്മാരുടെ കോപം കൊണ്ടല്ല, മറിച്ച് എന്താണ് അവരുടെ ജീവിത ശൈലി കൊണ്ടോ അതല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നൊക്കെയാണ് അസുഖങ്ങൾ ഉണ്ടാവുമെന്ന് ആര് വാദിച്ചു? ഹിപ്പോക്രാറ്റസ് വാദിച്ചു. ക്ലിയർ ആയില്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് റോമൻ ഹോസ്പിറ്റൽസ്. By 1st century BC, the Roman was the first to make institutional care of sick and injured. എന്താണ്? ഫസ്റ്റ് സെഞ്ചുറിയില് ഫസ്റ്റ് സെഞ്ചുറിയില് റോമനിൽ എന്താണ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കെയർ സ്ഥാപനവൽക്കരിച്ച ഹോസ്പിറ്റൽസ് വന്നു. എന്തിനൊക്കെ വേണ്ടി? സിക്ക് അസുഖങ്ങൾക്ക് അതല്ലെങ്കിൽ ഇൻജുവേർഡ് അപകടങ്ങളെ പറ്റിയ ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ചികിത്സിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനവൽക്കരിച്ച ഹോസ്പിറ്റൽ കൊണ്ടുവന്നു. അതുവരെ എവിടെയാണ് ജനങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്? എവിടെ വെച്ചായിരുന്നു? ടെമ്പിൾസ്. നമ്മ പറഞ്ഞിരുന്നില്ലേ പ്രാചീന കാലഘട്ടത്തിൽ എവിടെ വെച്ചായിരുന്നു? ടെമ്പിൾസിൽ വെച്ചായിരുന്നു. അപ്പൊ റോമൻ ഹോസ്പിറ്റൽസ് നിലവിലും അപ്പോഴാണ് അവര് തീരുമാനിച്ചത് എന്താണ് ആളുകൾക്ക് ജനങ്ങൾക്ക് ട്രീറ്റ്മെന്റുകളില് ചികിത്സകൾ കൊടുക്കേണ്ടത് എവിടെ വെച്ചല്ല? ടെമ്പിൾസ് വെച്ചല്ല. എന്താണ് അതൊരു സ്ഥാപനത്തില് അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചായിരിക്കണം. അങ്ങനെ സ്ഥാപനവൽക്കരിച്ചത് എപ്പോഴാണ്? ഹോസ്പിറ്റൽസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലിൽ വന്നത് എപ്പോഴാണ്? റോമൻ ഹോസ്പിറ്റലിന്റെ പീരീഡിലാണ്.
ക്ലിയർ ആയോ? മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എക്സിസ്റ്റഡ് ദെൻ. എന്താണ്? അപ്പൊ റോമൻ പീരീഡില്, റോമൻ കാലഘട്ടത്തിൽ എന്ത് വന്നു? മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് വന്നു. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽ എന്താണ്? അടിമകൾക്കുള്ള ഹോസ്പിറ്റൽസ് അല്ലെ. സ്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമകള്. പിന്നെ മിലിറ്ററി പട്ടാളക്കാർക്കുള്ള ഹോസ്പിറ്റലൊക്കെ വന്നത് എപ്പോഴാണ്? സൈനിക ഹോസ്പിറ്റൽസും പിന്നെ അടിമകൾക്കുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ നിലവിൽ വന്നത് എന്നാണ്? റോമൻ ഹോസ്പിറ്റൽസിന്റെ റോമൻ കാലഘട്ടത്തിലാണ്. ക്ലിയർ ആയില്ലേ? ഹോസ്പിറ്റൽസ് സ്ഥാപനവൽക്കരിച്ചത് എപ്പോഴാണ്? റോമൻ പീരീഡില്. പിന്നെ സൈനിക ഹോസ്പിറ്റൽസും സ്ലേവ് ഹോസ്പിറ്റൽസും അടിമകൾക്കുള്ള ഹോസ്പിറ്റൽസും വന്നത് എപ്പോഴാണ്? റോമൻ പീരീഡില്, റോമൻ ഹോസ്പിറ്റൽസിന്റെ കാലഘട്ടത്തില്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് അറബിക് ഹോസ്പിറ്റൽസ്. എന്താണ്? റോമൻ ഹോസ്പിറ്റൽസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് Arabic hospitals. The Roman military hospitals and few Christian hospitals were no match for the number, organization and the excellence of the Arabic hospitals. എന്താണ്? ഈ അറബിക് ഹോസ്പിറ്റൽസിന്റെ അത്ര എണ്ണത്തിലോ അതല്ലെങ്കിൽ സംഘടനാ രീതിയിലോ ഓർഗനൈസേഷൻ രീതിയിലോ അതല്ലെങ്കിൽ മികവിലോ നിന്നും ഈ ഹോസ്പിറ്റൽസ് എന്താണ്? റോമൻ മിലിറ്ററി, റോമൻ സൈനിക ഹോസ്പിറ്റൽസിനോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിലൊക്കെ ഒന്നും എത്താൻ പറ്റിയില്ല. ഈ അറബിക് ഹോസ്പിറ്റൽസ്, ഈ മിലിറ്ററി ഹോസ്പിറ്റൽസിനും ഈ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിനും കുറച്ചുകൂടി എന്തായിരുന്നു? അഡ്വാൻസ് ആയിരുന്നു. ക്ലിയർ ആയോ? സൈനിക ഹോസ്പിറ്റൽസിനോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിനോ ഈ അറബിക് ഹോസ്പിറ്റലിന്റെ അത്രയും നമ്പേഴ്സിലോ എണ്ണത്തിലോ സംഘടനാ രീതിയിലോ ഓർഗനൈസേഷൻ രീതിയിലോ അല്ലെങ്കിൽ മികവിലോ ഒന്നും എത്താൻ സാധിച്ചില്ല. എന്താണ്? അറബിക് ഹോസ്പിറ്റല് ഈ റോമൻ ഹോസ്പിറ്റൽസിനേലും ഈ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിനേലും കുറച്ചുകൂടി എന്തായിരുന്നു? അഡ്വാൻസ് ആയിരുന്നു. കാരണം ഓരോ കാലഘട്ടത്തിലല്ലേ കുറച്ചും കൂടി അല്ലേ അഡ്വാൻസ് ആയിട്ടായിരിക്കില്ലേ വരുന്നത്? ആണോ? അപ്പൊ ഫസ്റ്റ് പറഞ്ഞല്ലേ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെ ചടങ്ങുകളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റൽസില്. പിന്നെ എന്തായിരുന്നു? റോമൻ ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞപ്പോ അതെന്തെന്ന്? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മോഡലായില്ലേ? അല്ലേ? സ്ഥാപനവൽക്കരിച്ചു അല്ലേ? റോമൻ ഹോസ്പിറ്റലിൽ, റോമൻ അല്ല ഗ്രീക്ക് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഹിപ്പോക്രാറ്റസ് പറഞ്ഞു അല്ലെ. മതപരമായ ആചാരങ്ങളൊന്നല്ല അല്ലെ, യുക്തിപരവും പിന്നെ എന്താണ് മതപരമല്ലാത്തതുമായ സമീപനങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ, ട്രീറ്റ്മെന്റുകള്. ആണോ? ആണ്. അപ്പൊ അറബിക് ഹോസ്പിറ്റൽ വന്നപ്പോ എന്ത് പറഞ്ഞു? ഈ റോമൻ ഹോസ്പിറ്റലിന് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടാണ് ഈ അറബിക് ഹോസ്പിറ്റൽസ് നിലവിൽ വന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇന്ത്യൻ ഹോസ്പിറ്റൽ. ലാസ്റ്റ് വൺ, ഇന്ത്യൻ ഹോസ്പിറ്റൽ. Historical records show that efficient hospitals were built in India by 600 BC. എന്താണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകൾ? ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രപരമായ റെക്കോർഡുകൾ അല്ലെ. അങ്ങനെയുള്ള ചരിത്രപരമായ റെക്കോർഡുകൾ നോക്കിയാൽ 600 BC-യോടെയാണ് ഇന്ത്യയിലെ കാര്യക്ഷമമായ ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചത്. ക്ലിയർ ആയോ? ചരിത്രപരമായ റെക്കോർഡുകൾ നോക്കിയാൽ ഇന്ത്യയിലെ ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എന്താണ്? BC 600-ലാണ് കാര്യക്ഷമമായ ഒരു എഫക്റ്റീവായ ഒരു എഫിഷ്യന്റ് ആയ ഹോസ്പിറ്റൽ നിലവിൽ വന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. ഡ്യൂറിംഗ് ദ gorgeous reign of King Ashoka. King Ashoka period 273 to 232 BC. Indian hospitals started to look like modern hospitals. എന്താണ്? ഡ്യൂറിംഗ് ദ റിയൻ അശോക രാജാവിന്റെ, അശോക ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽ എങ്ങനെയുള്ളതായി? എങ്ങനെ കാണാൻ സാധിച്ചു?
മോഡേൺ ഹോസ്പിറ്റലുകൾ പോലെ കാണപ്പെടാൻ തുടങ്ങി. ക്ലിയർ ആയോ? ഏത് ഇന്ത്യൻ ഹോസ്പിറ്റലുകള് മോഡേൺ ഹോസ്പിറ്റലുകൾ പോലെ കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആരുടെ വരവോടെയാണ്? ആരുടെ കാലഘട്ടത്തിലാണ്? അശോക ചക്രവർത്തിയുടെ അല്ലെ, കിങ് അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ്, ഭരണകാലത്താണ് നമുക്ക് ഇന്ത്യൻ ഹോസ്പിറ്റലുകളെ മോഡേൺ ഹോസ്പിറ്റലുകളെ പോലെ കാണാൻ സാധിച്ചത്. ഓക്കെ അല്ലേ? They followed the principle of sanitation. Cesarean section were operated. എന്താണ് ഈ അശോകയുടെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളിൽ എങ്ങനെയുള്ള ശുചിത്വ തത്വങ്ങൾ അല്ലെ, ശുചിത്വ തത്വങ്ങളും സിസേറിയൻ സെക്ഷൻ, സിസേറിയൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. എന്താണ് സിസേറിയൻ? കേട്ടിട്ടില്ലേ? ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ ആണ്? ഡെലിവറി അല്ലെ. എന്താണ്? കുഞ്ഞിനെ ആ മദറിന്റെ അബ്ഡമനിലെ വയറ്റിൽ നിന്ന് അല്ലെ, ഗർഭപാത്രത്തിൽ നിന്ന് സർജറി ചെയ്ത് എടുക്കുന്നതാണ് അല്ലെ സിസേറിയൻ. ഓക്കെ, അങ്ങനെയുള്ള സിസേറിയൻ ഓപ്പറേഷൻസുകളും ശുചിത്വ തത്വങ്ങളും ആരാണ്? ഈ അശോക ചക്രവർത്തി ഫോളോ ചെയ്തു. ഓക്കെ അല്ലേ? Physicians were appointed, one for every 10 villages. എന്താണ് അദ്ദേഹം 10 വില്ലേജുകൾക്ക് ഒരു ഫിസിഷ്യൻ എന്ന രീതിയിൽ നിയമിച്ചു. To serve the health care needs of the population. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ വില്ലേജുകളിൽ 10 വില്ലേജുകളിൽ ഒരു ഫിസിഷ്യൻ എന്ന രീതിയിൽ നിയമിച്ചത്? എന്തിനു വേണ്ടിയാണ്? അവിടെയുള്ള പോപ്പുലേഷൻസിന്, ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. And the regional hospitals for the infirm and the destitute were built by Buddha. ഇതുവഴി എന്താണ്? പിന്നെ ഓരോ to serve the health care needs of the population. And the regional hospitals എന്താണ്? ഒരു റീജിയണൽ ഹോസ്പിറ്റലിനും 10 വില്ലേജുകൾക്കും ഒരു ഫിസിഷ്യൻ എന്ന രീതിയിൽ ഈ അശോക ചക്രവർത്തി നിയമിച്ചു. For the infirm and the destitute for built by Buddha. എന്താണ്? ഇതുവഴി അവശത അനുഭവിക്കുന്നവർക്ക് ബുദ്ധ നിർമ്മിച്ച പ്രാദേശിക ഹോസ്പിറ്റലിന്റെയും പിന്നെന്താണ് ജനങ്ങളുടെയും ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. എന്താണ്? ഇങ്ങനെ ഫിസിഷ്യനെ നിയമിക്കുന്നതിലൂടെ എന്താണ്? ഒരു പ്രാദേശിക ഹോസ്പിറ്റൽസിനും അവിടെയുള്ള അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്കും എന്താണ്? ഹോസ്പിറ്റലിന്റെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആയോ? ഓക്കെ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റൽസ് ഓഫ് ഏർലി ഏരിയയില് എന്താണ്? മെഡിക്കൽ ട്രീറ്റ്മെന്റ്. വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? റിലീജിയസ് അഥവാ മതപരമായ ആചാരങ്ങളും ചടങ്ങുകളുമായിരുന്നു. പിന്നെ പുരോഹിതന്മാരാണ് ഡോക്ടർമാരുമായിട്ട് അല്ലെങ്കിൽ വൈദ്യന്മാരുമായിട്ട് പ്രവർത്തിച്ചിരുന്നത്. അവരെന്താണ്? സ്പിരിറ്റിനെയും മൈൻഡിനെയും ബോഡിയെയുമാണ് പരിപോഷിപ്പിച്ചിരുന്നത്. പ്രീസ്റ്റുകള് പിന്നെ ഈ പുരോഹിതന്മാര് എന്താണ്? റൂളിംഗ് ക്ലാസ്സുകളോ ഭരണവർഗങ്ങളോ അതല്ലെങ്കിൽ എന്താണ്? രാഷ്ട്രീയ സ്വാധീനമുള്ളവരോ ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റൽസുകളായിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്താണ്? ക്ഷേത്രങ്ങള്, ടെമ്പിൾസ് ആയിരുന്നു ഹോസ്പിറ്റൽസുകളായി പ്രവർത്തിച്ചിരുന്നത്. പിന്നെ ഫസ്റ്റ് വൺ മെസൊപ്പൊട്ടേമിയൻ എന്താണ്? ഒരു ഹോസ്പിറ്റൽസ് ഒരു ഓർഗനൈസേഷൻ സംഘടനാ രീതിയിൽ നിലയിൽ വന്നത് സൗത്ത് വെസ്റ്റ് ഏഷ്യയിലെ മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞ പുരാതന നഗര പ്രദേശത്താണ്.
പിന്നെ ഹുറാബി കോഡ് അനുസരിച്ചായിരുന്നു അവിടെയുള്ള ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത് ബാബിലോണിയയിലെ സമർ പ്രദേശത്തു നിന്നുമാണ്. പിന്നെ നെക്സ്റ്റ് ഗ്രീക്ക് ഹോസ്പിറ്റൽസ് എന്താണ്? ഇവിടെ ഗ്രീക്ക് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിരുന്നത് എന്താണ്? മന്ത്രവാദത്തിനെയും മതപരമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അനുസരിച്ചായിരുന്നു. പിന്നെ ഹിപ്പോക്രാറ്റസ് അദ്ദേഹം ഫാദർ ഓഫ് മെഡിസിൻ ആണ്. അദ്ദേഹം എന്ത് പറഞ്ഞു? യുക്തിപരവും മതപരവുമല്ലാത്തതുമായ ആചാരങ്ങളാണ് ഹിപ്പോക്രാറ്റസ് ട്രീറ്റ്മെന്റുകളിൽ കൊണ്ടുവന്നിരുന്നത്. റോമൻ ഹോസ്പിറ്റൽസ് നിലവിൽ വന്നത് എന്താണ്? BC 1st സെഞ്ചുറിയോട് കൂടിയാണ്. ഒരു ഹോസ്പിറ്റൽസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രീതിയിൽ സ്ഥാപനവൽക്കരിച്ചത് ഈ റോമൻ ഹോസ്പിറ്റൽസിന്റെ പീരീഡിലായിരുന്നു. മിലിറ്ററി ഹോസ്പിറ്റൽസ്, അടിമകൾക്കുള്ള ഹോസ്പിറ്റൽസ് നിലവിൽ വന്നത് റോമൻ കാലഘട്ടത്തിലായിരുന്നു. അറബിക് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോമൻ ഹോസ്പിറ്റൽസിനെയും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിനെയും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടായിരുന്നു അല്ലെ അറബിക് ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നത്. ഈ മിലിറ്ററി ഹോസ്പിറ്റൽസിനെയും ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ എണ്ണത്തിലും ഓർഗനൈസേഷൻ രീതിയിലും മികവിലും ഒക്കെ ഈ അറബിക് ഹോസ്പിറ്റൽസ് കുറച്ചും കൂടി മുമ്പിട്ട് നിൽക്കുന്നു. പിന്നെ ഇന്ത്യൻ ഹോസ്പിറ്റൽസ് ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സുകളില് ഒരു എഫിഷ്യന്റ് ആയ ഒരു കാര്യക്ഷമമായ ഹോസ്പിറ്റൽസ് ഇന്ത്യയിൽ വന്നത് BC 600 കൂടിയാണെന്ന് ചരിത്രപരമായ റെക്കോർഡുകള് സൂചിപ്പിക്കുന്നു. പിന്നെ അശോകയുടെ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാണ് ഒരു മോഡേൺ രീതിയിലുള്ള ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തത്. നിലവിൽ വന്നത് അദ്ദേഹം എന്താണ്? ശുചിത്വ തത്വങ്ങളും സി സെക്ഷൻ ഓപ്പറേഷൻസ് ഒക്കെ നിലവിൽ നടപ്പിലാക്കി. ഫിസിഷ്യൻസ് എന്താണ്? 10 വില്ലേജുകൾക്ക് അതല്ലെങ്കിൽ ഒരു റീജിയണൽ ഹോസ്പിറ്റൽസിന് ഒരു ഫിസിഷ്യൻ എന്ന രീതിയിലായിരുന്നു അദ്ദേഹം അപ്പോയിന്റ്മെന്റ് ചെയ്തത്, നിയമനം നടത്തിയിരുന്നത്. ഇതെന്താണ്? അവിടെയുള്ള ജനങ്ങൾക്ക്, അവശരായ ജനങ്ങൾക്കും പിന്നെ പ്രാദേശിക ഹോസ്പിറ്റൽസിനൊക്കെ എന്താണ്? ജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം നൽകുന്നതിനായി സാധിച്ചു. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് ബിയിലെ ആദ്യം നമുക്ക് എന്താണ് പറഞ്ഞത്? ഏർലി സ്റ്റേജിലാണ് അല്ലെ, പ്രാചീന കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ് ഹോസ്പിറ്റൽസ് ഓഫ് മിഡിൽ ഏജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മധ്യകാലഘട്ടം അല്ലേ. അപ്പൊ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺ. എന്താണ് മിഡിൽ ഏജില്, മധ്യകാലഘട്ടത്തില് യൂറോപ്പിൽ എന്താണ്? ഹോസ്പിറ്റൽസിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് വർധനവ്, ഇൻക്രീസ്മെന്റ് ഉണ്ടായിരുന്നു. മിഡിൽ ഏജ് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ ഹോസ്പിറ്റൽസിന്റെ നിർമ്മാണങ്ങള് വർദ്ധിച്ചു. അതിനുള്ള കാരണങ്ങൾ എന്താണെന്നാണ് അടുത്തത് പറയുന്നത്. ഫോർ ദി following reason. എന്തൊക്കെയാണ്? Pope Innocent III in 1198 advised and persuaded wealthy Christians to build hospitals in every town. ഈ Pope Innocent എന്ന് പറഞ്ഞാൽ ആരാണ്? മാർപ്പാപ്പ അല്ലെ. മാർപ്പാപ്പ Innocent III അദ്ദേഹം ഈ വെൽത്തി ക്രിസ്ത്യൻസിനോട്, സമ്പന്നരായ ക്രിസ്ത്യൻസിനോട് എന്ത് പറഞ്ഞു? എല്ലാ ടൗണുകളിലും ഹോസ്പിറ്റൽസ് പണിയാനായിട്ട് അവരെ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. ക്ലിയർ ആയോ? പോപ്പ് ഇന്നസെന്റ് III വെൽത്തി ക്രിസ്ത്യൻസിനോട്, സമ്പന്നരായ ക്രിസ്ത്യാനികളോട് എന്താണ്? എല്ലാ ടൗണുകളിലും ഹോസ്പിറ്റലുകൾ പണിയാൻ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. തന്മൂലം എന്ത് ചെയ്ത്? അവര് ഹോസ്പിറ്റൽ നിർമ്മിച്ചത് മൂലം എന്ത് വന്നു? ഹോസ്പിറ്റലുകളുടെ നിർമ്മാണം കൂടിയില്ലേ, കൺസ്ട്രക്ഷൻ കൂടിയില്ലേ. എല്ലാ ടൗണുകളിലും ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലുകളുടെ എണ്ണത്തിൽ
വർധന വരില്ലേ? വരും. അത് ക്ലിയർ ആയോ? പോപ്പ് ഇന്നസെന്റ് 3 എന്താണ്? മാർപ്പാപ്പയായിരുന്ന ഇന്നസെന്റ് 3 അവിടെയുള്ള സമ്പന്നരായ ക്രിസ്ത്യൻസിനോട് എല്ലാ ടൗണുകളിലും എന്താണ്, എല്ലാ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ പണിയാൻ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്തെ റീസൺ എന്താന്ന് നോക്കിയേ, ഇൻക്രീസ്ഡ് റവന്യൂ വെയർ മെയ്ഡ് അവൈലബിൾ ഫ്രം ദ കൊമേഴ്സ് വിത്ത് ക്രൂസൈഡേഴ്സ്. എന്താണ്? കുരിശ് യുദ്ധക്കാരുമായുള്ള വാണിജ്യത്തില് വർദ്ധിച്ച വരുമാനം ഈ മിഡിൽ ഏജില് അവർക്ക് ലഭിച്ചു. കുരിശ് യുദ്ധക്കാരുമായുള്ള വാണിജ്യത്തിൽ എന്തുപറ്റി? വർദ്ധിച്ച വരുമാനം ലഭ്യമായി. ഇൻ കോൺട്രാസ്റ്റ്, in Asia and Africa during the same period, construction of effective and efficient hospital was pressed forward by the rule and crusaders. എന്താണ്? In contrast, Asia and Africa during the same period, in the same period എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഏജില് എന്താണ്? ഏഷ്യയിലും ആഫ്രിക്കയിലും എന്താണ്? ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ കുരിശ് യുദ്ധക്കാരും അവിടെയുള്ള ഭരണവർഗക്കാരും വർദ്ധിച്ച സമ്മർദ്ദം ചെലുത്തി. ഓക്കെ അല്ലേ? ഈ സെയിം പീരീഡില്, ഈ മിഡിൽ ഏജില് അവിടെ ഉണ്ടായിരുന്ന കുരിശ് യുദ്ധക്കാരും പിന്നെ എന്താണ്? ഭരണാധികാരികളും ഏഷ്യയിലും ആഫ്രിക്കയിലും എന്താണ്? പുതിയ ഹോസ്പിറ്റലുകൾ പണിയാനായിട്ട് വർദ്ധിച്ച സമ്മർദ്ദം ചെലുത്തി. അപ്പൊ എന്ത് വെച്ചു? ഈ ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചില്ലേ? അങ്ങനെ സമ്മർദ്ദം, ഭരണവർഗക്കാർ സമ്മർദ്ദം ചെലുത്തും. എന്ത് വെച്ചു? ഹോസ്പിറ്റലുകൾ നിർമ്മിക്കൂലേ? അപ്പൊ എന്ത് വെച്ചു? ഹോസ്പിറ്റലുകളുടെ എണ്ണത്തില് വർധനവ് വന്നു. ക്ലിയർ ആയോ? രണ്ട് കാരണം കൊണ്ടാണ് മിഡിൽ ഏജില് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? മാർപ്പാപ്പയായിരുന്ന ഇന്നസെന്റ് 3 അവിടെയുള്ള സമ്പന്നരായ ക്രിസ്ത്യൻസിനോട് എന്ത് പറഞ്ഞു? എല്ലാ പട്ടണങ്ങളിലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാനായിട്ട് അവരെ ഉപദേശിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് കുരിശ് യുദ്ധക്കാരുമായി നടത്തിയ വാണിജ്യത്തില് എന്തുപറ്റി? വർദ്ധിച്ച വരുമാനം ലഭ്യമായി. മിഡിൽ ഏജില് കുരിശ് യുദ്ധക്കാരുമായി നടത്തിയ വാണിജ്യത്തില്, കച്ചവടത്തില് അവർക്ക് എന്തുപറ്റി? വർദ്ധിച്ച വരുമാനം ലഭിച്ചു. കൂടാതെ ഏഷ്യയിലും ആഫ്രിക്കയിലും എന്തുപറ്റി? അവിടെ ഉണ്ടായിരുന്ന കുരിശ് യുദ്ധക്കാരും ഭരണവർഗക്കാരും എന്ത് പറഞ്ഞു? എഫക്റ്റീവായ, കാര്യക്ഷമമായ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ അവർ എന്ത് പറഞ്ഞു? വർദ്ധിച്ച സമ്മർദ്ദം ചെലുത്തി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് ഒരു ചെറുതാണ്, എടുത്തോട്ടെ മിസ്. റിനൈസൻസ് ഏജ് എപ്പോ എങ്ങനെയാണ്? 1500 to 1700 AD. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ അറിയോ? നവോത്ഥാനം. ഓക്കെ. നവോത്ഥാന പീരീഡില്, നവോത്ഥാന കാലഘട്ടത്തില് എന്താണ് ഹോസ്പിറ്റലിന് സംഭവിച്ചത് നോക്കാൻ നമുക്ക്. The resistance period lasted from the 14th to the 16th century. എന്താണ്? നവോത്ഥാന കാലഘട്ടം 14, അതായത് 14th century മുതൽ 16th century വരെയാണ് നീണ്ടു നിന്നത്. 14th century മുതൽ തുടങ്ങിയിട്ട് അത് എത്ര നാൾ നീണ്ടു നിന്ന്? 16th century വരെയാണ് നിലനിന്നിരുന്നത്. Toward the end of the 15th century, many cities and towns supported some kind of institutional health care. എന്താണ്? 15th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി എന്താണ്? പല നഗരങ്ങളും പട്ടണങ്ങളും എന്താണ്? ആരോഗ്യ സംരക്ഷണത്തെ പിന്തുണച്ചു, സപ്പോർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? നവോത്ഥാന കാലഘട്ടം 14th century മുതൽ 16th century വരെയാണ് നീണ്ടു നിന്നത്.
ഇതില് 15ാമത്തെ സെഞ്ചുറിയുടെ അവസാനത്തോട് കൂടി എന്തുപറ്റി? പല നഗരങ്ങളും പട്ടണങ്ങളും എന്താണ് ആരോഗ്യ സംരക്ഷണത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർസിനെ സ്ഥാപനവൽക്കരിച്ച ആരോഗ്യ സംരക്ഷണങ്ങളെ സപ്പോർട്ട് ചെയ്തു, പിന്തുണച്ചു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മോഡേൺ പീരീഡ് കൂടി എടുത്തോട്ടെ മിസ്? ഒന്നുകൂടെ പറയണോ? റിനൈസൻസ് പീരീഡ് എന്ന് പറഞ്ഞാല് നവോത്ഥാന കാലഘട്ടം. അത് 15ാമത്തെ സെഞ്ചുറി 1500 മുതൽ 1700 വരെയാണ് നീണ്ടു നിന്നത്. അപ്പൊ റിനൈസൻസ് പീരീഡ് ലാസ്റ്റഡ് ഫ്രം ദി 14th to the 16th century. എന്താണ്? നവോത്ഥാന കാലഘട്ടം 14ാമത്തെ സെഞ്ചുറി മുതൽ 16ാമത്തെ സെഞ്ചുറി വരെയാണ് നീണ്ടു നിന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? 15ാമത്തെ സെഞ്ചുറിയോട് കൂടി 15ാമത്തെ സെഞ്ചുറിയുടെ അവസാനത്തോട് 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടി എന്ത് പറ്റി? ആ പീരീഡിലുള്ള പല സിറ്റീസിലും എന്താണ് പട്ടണങ്ങളിലും നഗരങ്ങളിലും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ഥാപനവൽക്കരിച്ച ഹെൽത്ത് ആരോഗ്യ സംരക്ഷണത്തെ സപ്പോർട്ട് ചെയ്തു, പിന്തുണച്ചു. അപ്പൊ എന്തുവരും? ഹോസ്പിറ്റലുകൾ നിർമ്മിക്കും അല്ലെ? ഈ സിറ്റീസും ടൗൺസുകളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോസ്പിറ്റൽസിനെ പിന്തുണച്ചാൽ എന്ത് പറ്റും? ഹോസ്പിറ്റലുകൾ വരുമോ? വരും. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ അവിടെ ഹോസ്പിറ്റലുകൾ വന്നു. ഓക്കെ അല്ലേ? 15ാമത്തെ സെഞ്ചുറി അവസാനമായപ്പോഴേക്കും എന്താണ് പല നഗരങ്ങളും പട്ടണങ്ങളും എന്ത് പറ്റി? സ്ഥാപനവൽക്കരിച്ച ഹോസ്പിറ്റൽസുകളെ പിന്തുണച്ചു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. മോഡേൺ പീരീഡ്. മോഡേൺ പീരീഡില് മോഡേൺ പീരീഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ പീരീഡ് അല്ലെ? ആധുനിക അല്ലെ? ആധുനിക കാലഘട്ടം. അതെന്ത് മുതലാണ്? 1750 മുതൽ 1950 AD വരെ. The first incorporated hospital in America was the Pennsylvania Hospitals. എന്താണ്? ഫസ്റ്റ് ഇൻകോർപ്പറേറ്റ് എന്ന് പറഞ്ഞാല് സംയോജിത ഹോസ്പിറ്റൽ എവിടെയാണ് നിലവിൽ വന്നത്? ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റലാണ്. അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റലാണ് ഫസ്റ്റ് സംയോജിത ഹോസ്പിറ്റൽ. ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. സംയോജിത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ഇന്ന് നമ്മ കാണുന്ന ഹോസ്പിറ്റൽസ് അതെന്താണ്? പല ഡിപ്പാർട്ട്മെന്റുകളെയും സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഹോസ്പിറ്റല്. മനസ്സിലായോ? നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് അവിടെ എന്തേറ്റും? അവിടെ ന്യൂറോ ഉണ്ട്, കാർഡിയോ ഉണ്ട് അല്ലേ? പീഡിയാട്രീഷ്യൻ ഉണ്ട്, ഗൈനക്ക് ഉണ്ട്. എന്താണ്? പല പല ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലേ? ആണ്. അങ്ങനെയുള്ള ഫസ്റ്റ് സംയോജിത ഹോസ്പിറ്റൽ നിലവിൽ വന്നത് എവിടെയാണ്? അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ പെനിസിൽവാനിയ ഹോസ്പിറ്റലാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. മാസീവ് ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ടു ഹെൽത്ത് കെയർ began to 1926 with the return of war heroes from World War I. എന്താണ്? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അവിടെ നിന്ന് വന്ന വാർ ഹീറോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? യുദ്ധവീരന്മാരല്ലേ? ആണോ? വാർ ഹീറോസ്. വാർ എന്ന് പറഞ്ഞാൽ യുദ്ധം, ഹീറോസ് വീരന്മാരല്ലേ? ആ വാർ ഹീറോസിന്റെ തിരിച്ചു വരവോടുകൂടി ആരോഗ്യ സംരക്ഷണത്തില് ഗവൺമെന്റിന്റെ ഒരു വർദ്ധിച്ച മാസീവ് ഇടപെടൽ ആരംഭിച്ചു. ഓക്കെ അല്ലേ?
ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വർദ്ധിച്ച വൻ ഇടപെടൽ വന്നത് എപ്പോഴാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം എന്താണ് യുദ്ധവീരന്മാരുടെ തിരിച്ചുവരവോടുകൂടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും വർദ്ധിച്ച ഒരു ഇടപെടൽ ഈ ഹോസ്പിറ്റലുകളുടെ ഹെൽത്ത് കെയേഴ്സിന്റെ കാര്യത്തില് വന്നത്. ഓക്കെ അല്ലേ? അമേരിക്കയിലെ ഫിലാഡൽഫിയയിലാണ് ഒരു സംയോജിത ഹോസ്പിറ്റൽ നിലവിൽ വന്നത്. അതിന്റെ പേരെന്തായിരുന്നു? പെനിസിൽവാനിയ ഹോസ്പിറ്റൽസ്. പിന്നെ എന്താണ്? 1926 ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നുള്ള യുദ്ധവീരന്മാരുടെ ഹീറോസിന്റെ തിരിച്ചുവരവോട് കൂടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഈ ഹെൽത്ത് കെയേഴ്സിന്റെ കാര്യത്തില് ഒരു വർദ്ധിച്ച മാസീവ് ഇൻവോൾവ്മെന്റ് ഇടപെടൽ ഉണ്ടായത്. ഓക്കെ അല്ലേ? മിസ് ഇത്ര എടുത്തത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മിസ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാട്ടെ. ഇനി എന്താണ്? ഹോസ്പിറ്റൽ ഇവല്യൂഷൻ ഇന്ത്യൻ സിനാരിയോ പ്രീ ഇൻഡിപെൻഡൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് വൈകിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you. Thank you, miss. Thank you, ma'am. Thank you, ma'am.